ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പരിപാടി ഇന്ത്യയിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നടന്നു വരികയാണ്. അതിൻ്റെ പേര് ഗ്ലോബൽ AI സമ്മിറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ സമ്മിറ്റ് നടക്കുകയാണ്. അപ്പോൾ അതിൽ നിരവധി വേൾഡ് ലീഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇമ്മാനുവൽ മക്രോൺ മുതൽ റഷ്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആളുകൾ വരെ നിരവധി പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ വ്യവസായ ലോകത്തെ വലിയ ഭീമന്മാരായിട്ടുള്ള കമ്പനികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സുന്ദർ പിച്ചെ പോലെയുള്ള നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ബിൽ ഗേറ്റ്സ് പങ്കെടുക്കും എന്നാണ് കേട്ടിരുന്നത്. പക്ഷേ ഏറ്റവും അവസാന ദിവസം അദ്ദേഹത്തിൻ്റെ വിസിറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു 500-ലധികം വരുന്ന വേൾഡിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയ കമ്പനികളുടെയൊക്കെ ഡിഗ്നിറ്ററീസ് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 150-200-ൽ താഴെ വരുന്ന വിദേശ കമ്പനികളുടെ സ്റ്റോളുകൾ ഇതിനകത്തുണ്ട്. ഇതൊരു എക്സിബിഷൻ കൂടിയാണ്. അപ്പോൾ അതിൽ കൂടാതെ ഒരു 100ഓളം വരുന്ന ഇന്ത്യൻ കമ്പനികളുടെയൊക്കെ തന്നെ ഒരു എക്സിബിഷൻ സ്റ്റോളുകൾ ഇതിനകത്തുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ പ്രോഗ്രാമാണ് നടക്കുന്നത്. ഇന്ത്യയിലെ തന്നെ 16ഓളം വരുന്ന മിനിസ്റ്റേഴ്സ് ഇതിനകത്ത് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ AI രംഗത്തുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉയർത്തിക്കാട്ടാനും വലിയ തോതിലുള്ള സാധ്യതകൾ ഉണ്ടാക്കാനും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ്. കൂട്ടത്തിൽ അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ AI ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയഗ്നോസിസിലേക്കും അതുപോലെ മെഡിസിൻ നിർമ്മാണത്തിലേക്കും ഒക്കെ പോകുന്നതുമായി ബന്ധപ്പെട്ട് റിസർച്ചിലേക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള നിരവധി വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നടത്തേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ് യാതൊരുവിധ ധാരണയും ഉണ്ടായിരുന്നില്ല. ഇത് അടപടലം പൊളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങേയറ്റം നാണം കെട്ടിരിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതെന്ന് പറയുന്നത് ഒരു ഗാൽഗോത്തിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഗ്രേറ്റ് നോയിഡയിലുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവർ ഒരു റോബോ ഡോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോഗിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കാണിച്ചു. ഇത് കാണാത്ത ആളുകളൊക്കെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബിഗ് ബോസിൽ ഒരു സ്പൈക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു നായ നടന്നു വന്നത് കാണിച്ചു. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഡെവലപ്ഡ് വേർഷൻ ആയിരിക്കും ഇത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു നായക്കുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചു, ഈ റോബോ ഡോഗിനെ. ആ റോബോ ഡോഗ് എന്ന് പറഞ്ഞാൽ അത് എഴുന്നേറ്റ് നിൽക്കുകയും ആളുകൾക്ക് കൈ കൊടുക്കുകയും അതുപോലെ സമ്മർസോൾട്ട് അടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത് എല്ലാം തന്നെ അവരുടെ ഏറ്റവും ഒരു പ്രൊഫസറായിട്ടുള്ള നേഹ സിംഗ് ആണ് ആ സ്റ്റോളിൽ നിന്നിരുന്നത്. അപ്പോൾ ആ സ്റ്റോളിൽ നിന്നിരുന്നപ്പോൾ ഇന്ത്യയുടെ ദൂരദർശൻ തന്നെ യഥാർത്ഥത്തിൽ ഇതൊന്ന് കവർ ചെയ്തു. ഇത് കവർ ചെയ്തപ്പോൾ ഈ നേഹ സിംഗ് പറഞ്ഞത് ഇത് ഈ അവരുടെ ഗാൽഗോത്തിയാസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ AI-യിലേക്കും അതുപോലെ ഡാറ്റാ സയൻസിനൊക്കെ വേണ്ടി പ്രത്യേക ബ്ലോക്ക് വെച്ചിട്ടുള്ള വലിയ തോതിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണെന്നും അതുകൊണ്ട് അവർ 350 കോടി രൂപയോളം ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയൊക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം അവിടെ നിന്നുള്ള കുട്ടികളും അതുപോലെ യൂണിവേഴ്സിറ്റിയും നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നായക്കുട്ടി അവതരിപ്പിച്ചത്. അതുകൂടാതെ അത്തരത്തിൽ ഒരു റോബോ ആയിട്ടുള്ള ഈ പറയുന്ന പോലെ റോബോട്ടായിട്ടുള്ള ഒരു നായക്കുട്ടി അവതരിപ്പിച്ചു. അപ്പോൾ അത് സമ്മർസോൾട്ട് അടിക്കുകയും നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഒരു കൗതുകം തോന്നും. ഇത്തരത്തിലുള്ള കൗതുകത്തിന് വേണ്ടി കൂടിയാണ് ഈ ബിഗ് ബോസിലേക്ക് സ്പൈക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒരു റോബോട്ടിനെ കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങളെല്ലാവരും ഓർക്കുമല്ലോ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. അത് ഏതാണ്ട് 33,000 രൂപ മുതലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഏതാണ്ട് ഇതേ ഷേപ്പിലിരിക്കുന്ന ഒരു സാധനം. പക്ഷേ ഇത് കുറച്ചുകൂടി വില കൂടിയതാണ്. ഒരു $1,600 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടും. പക്ഷേ അതിൻ്റെ പുറത്തെ വില കാണിക്കുന്നത് $2,800. അത്രയൊന്നും കൊടുക്കണ്ട. ഒരു $1,500, അതായത് 2 ലക്ഷം രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ പോലും നമുക്ക് സുഖകരമായിട്ട് ഇത്തരത്തിലുള്ളൊരു സാധനം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ ഇതങ്ങനെ വൈറലായി ലോകത്ത് വലിയ ശ്രദ്ധ ആർജിച്ചപ്പോഴാണ് അടുത്തൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുന്നത്. അത് ചൈന പൾസ് എന്ന് പറയുന്ന അവിടുത്തെ പറഞ്ഞ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നും യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ഇത് ഈ നേഹ സിംഗ് പറഞ്ഞതുപോലെ ഇവിടെയൊന്നും സൃഷ്ടിച്ചതല്ല, പകരം ചൈനയിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ആ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവർ ഇതിനെ പല പേരുകളൊക്കെ ഇട്ട് വിളിച്ചിരുന്നു. പക്ഷേ ആ പേരൊന്നുമല്ല, യഥാർത്ഥത്തിൽ യൂണിട്രി എന്ന് പറയുന്ന GO2 എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റാണ് ഈ നേഹ സിംഗ് ഈ പറയുന്ന പോലെ റുവാനോ എന്നൊക്കെ പേരിട്ട് വിളിച്ചുകൊണ്ട് വലിയ ഷോയാക്കി അവതരിപ്പിച്ചത്. അപ്പോൾ അത് യൂണിട്രി എന്ന് പറയുന്ന GO2 എന്ന് പറയുന്ന ആ കമ്പനിയുടെ ലോഗോ തന്നെ അതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി അവർ കണ്ടുപിടിച്ച് പുറത്ത് പറഞ്ഞിരുന്നു. ഇതോടുകൂടി ആകെ പുകിലായി, ഇന്ത്യ ആകെ നാണം കെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളും കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് ഇത് ഞങ്ങളിവിടെ ഡെവലപ്പ് ചെയ്താണെന്ന് പറയേണ്ട വലിയ നാണക്കേടിലേക്ക് ഇന്ത്യ എത്തി. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് കേട്ടപ്പോൾ തന്നെ വലിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. കാരണം ഇത് കേട്ടപ്പോൾ IT മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് ഒക്കെ എന്ത് ചെയ്തു, അദ്ദേഹമൊക്കെ തന്നെ എക്സ്പോസ്റ്റുകൾ നടത്തിയിരുന്നു. കാരണം ഇത് ഗംഭീരമായിരിക്കുന്നു, ഇന്ത്യയുടെ കണ്ടുപിടുത്തം കണ്ടോ മഹത്തരമാണ് എന്നൊക്കെ പറഞ്ഞുള്ള പല വാചകമടികളൊക്കെ നടത്തി കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇന്ത്യ ഒന്നുകൂടി നാണം കെട്ടുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനുശേഷം ഈ നേഹ സിംഗ് പിന്നെ
കിടന്ന് കരണം പറയുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം അവർ സമ്മർ സോൾട്ട് അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവർ സമ്മർ സോൾട്ട് അടിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഞാൻ കുറച്ചുകൂടി എലോക്കൻ്റ് ആകേണ്ടതായിരുന്നു, ഞാൻ വാചാലമായി പോയതാണ് അറിയാതെ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ബ്രാൻഡിങ് പോലും അതിൻ്റെ മുകളിൽ നിന്ന് പൊളിച്ചു മാറ്റിയിട്ടില്ല, പിന്നെ ഞങ്ങളുടേതാണെന്ന് എങ്ങനെയാണ് ക്ലെയിം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നേഹാ സിംഗ് നമ്മളോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നേഹാ സിംഗ് നമ്മളോട് ചോദിക്കേണ്ടതല്ല, കണ്ണാടി നോക്കി സ്വയം ചോദിക്കേണ്ടതാണ്. കാരണം കുറച്ച് മുമ്പ് നേഹാ സിംഗ് തന്നെ ഞങ്ങൾ 350 കോടി രൂപയിലധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് AI രംഗത്തേക്ക്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഡാറ്റാ സയൻസിനും AIക്കും വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വാചകവടി നടത്തുകയും ഇവർ കമ്മ്യൂണിക്കേഷൻ പ്രൊഫസറാണെന്ന് പറയുകയും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്ന് പറയുകയൊക്കെ ചെയ്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇവർ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ആ ഉരുളുന്ന കാഴ്ച കൊണ്ട് പക്ഷെ അവിടെ കൊണ്ട് മാത്രം നിർത്തിയില്ല. കാരണം അങ്ങോട്ടുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ ഗവൺമെൻറ് കട്ട് ചെയ്യുകയും തൽക്കാലം പാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ പറയുകയുമായിട്ടാണ് ഗവൺമെൻറ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇതാ സ്റ്റോളിലുണ്ടായിരുന്ന മറ്റുള്ള എല്ലാ വിദേശ കമ്പനികളും അവരുടെ പ്രതിനിധികളും എല്ലാവരും അറിയുകയും ലോകം മുഴുവൻ തന്നെ ഇന്ത്യക്ക് അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നേഹാ സിംഗും അതുപോലെ ഗാൽഗോത്തിയസ് യൂണിവേഴ്സിറ്റിയും ഇറങ്ങിയിട്ടുള്ള ഒരു സുനിൽ ഗാൽഗോത്ത എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഓണർ. അദ്ദേഹത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വിവരങ്ങളുമായിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ അദ്ദേഹത്തിന് നേതൃത്വത്തിൽ ഈ ഗാൽഗോത്ത യൂണിവേഴ്സിറ്റിയുടെ വാചകപടിയൊക്കെ പൊളിഞ്ഞ് തകർന്ന് വീഴുകയും അവരെ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് നൈസായിട്ട് ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. കാരണം ഇലക്ട്രിസിറ്റിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിൽ മറ്റാരും പറയാത്ത ചില കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ഇത് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, വേറൊരു ഡ്രോൺ ഇവരുണ്ടാക്കിയിരുന്നു. ആ ഡ്രോൺ ഉണ്ടാക്കിയിട്ട് ഇവർ അത് കാണാൻ നല്ല സുന്ദരമായിട്ടുള്ള ഡ്രോണാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഫോട്ടോസൊന്നും കാണിക്കാൻ എനിക്ക് സമയം വൈകും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. അത്തരത്തിലൊരു ഡ്രോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡ്രോൺ യഥാർത്ഥത്തിൽ ഇവരുടെ തന്നെ ഇതുപോലെ എൻഡ് ടു എൻഡ് ഇവർ വികസിപ്പിച്ചതാണെന്നും ഇവരുടെ കുട്ടികളും പ്രൊഫസേഴ്സും കൂടി വികസിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞ് വാചകം അടിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഡ്രോണും ഈ പറയുന്ന പോലെ കൊറിയൻ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അതിനോട് സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെ, അല്ലെങ്കിൽ അത് തന്നെ അവിടെ നിന്ന് ഇവർ വരുത്തിച്ചതിന് ശേഷം 35,000-40,000 കൊടുത്ത് വരുത്തിച്ചതിന് ശേഷമാണ് ഈ വാചകപടിയൊക്കെ കാണിച്ചിട്ടുള്ളത്. കൂടാതെ കമ്മ്യൂണിക്കേഷൻ പ്രൊഫസർമാരെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇതിലെ പോലെയുള്ള തള്ളുകൾ വളരെ ഗംഭീരമായിട്ട് പറയാനും വേണ്ടി ഇവർ ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. ഈ നോയിഡയിൽ പ്രവർത്തിക്കുന്ന ഗാൽഗോത്തിയസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഇതേവരെ 1089 പേറ്റൻറ്റുകൾക്ക് ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പേറ്റൻറ്റുകൾ എടുക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതേവരെ ഒരു പേറ്റൻറ്റ് പോലും കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഐറ്റംസ് ആയിട്ടായിരിക്കും അവർ ചെന്നിട്ടുണ്ടാവുക എന്ന് വേണം നമ്മൾ ഊഹിക്കാൻ. കാരണം ആരുടെയെങ്കിലും അടുത്തുനിന്ന് മേടിച്ചിട്ടുള്ള ഐറ്റംസുമായിട്ട് ചെന്നിട്ട് ഇതിൻ്റെ പേറ്റൻറ്റ് ഞങ്ങൾക്ക് വേണം, ഇനി വേറെ ആരെങ്കിലും ഇത് ഉണ്ടാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടി ഈ പറയുന്ന പോലെ അതിൻ്റെ കമ്മീഷൻ കിട്ടണം, പേറ്റൻറ്റ് റൈറ്റ്സ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പല ഉടായ്പമായിട്ടായിരിക്കും ചെന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി 1-2 പേറ്റൻ്റ് അല്ല ഇവർ അപേക്ഷിച്ചേക്കുന്നത്, 1089 പേറ്റൻറ്റുകളാണ്. ഇനി മറ്റേ പാവം പിടിച്ചിട്ടുള്ള നമ്മുടെ ചൈനീസ് കമ്പനിയായിട്ടുള്ള യൂണിട്രി പേറ്റൻ്റ് എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബൈ ചാൻസിന് അവർക്ക് കിട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ ചെന്നതായിരിക്കും. അതുപോലെ കൊറിയൻ കമ്പനിയും പേറ്റൻ്റ് എടുത്തിട്ടില്ലെങ്കിൽ സ്വന്തം പേറ്റൻ്റ് ഇവർ പേറ്റൻ്റ് അടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചെന്നതായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം, ഇതിൻ്റെ പുറത്ത് ആകെ നാണം കെട്ടിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. കൂടാതെ ഇന്ത്യയുടെ ഐ ടി മന്ത്രിയൊക്കെ കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ എടുത്ത് എക്സ്പോസ് ചെയ്ത് DD ദൂരദർശൻ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഒഫീഷ്യൽ ചാനലിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ദൂരദർശനിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ വരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ കുറേ കൂടി വിശ്വസിക്കും. ഇങ്ങനെ വിശ്വസിക്കുകയും ഇപ്പം ചൈനീസ് മാധ്യമങ്ങളൊക്കെ തന്നെ നമ്മളെ എടുത്തിട്ട് അലക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ചൈനയിൽ നല്ല കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് മേനി നടിക്കുകയാണെന്ന് പറഞ്ഞ് ചൈനയിലെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ, നമുക്കതിവിടെ അവൈലബിൾ അല്ല, അത് അത്രയും ഭാഗ്യം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചൈനയിലെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ തന്നെ നമ്മളെ ട്രോളി കൊന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അതിന് 50Kയും 1Kയും ഈ പറഞ്ഞ പോലെ 100Kയും ഒക്കെ ലൈക്കുകളടക്കം കിട്ടുന്ന അവസ്ഥ കൂടിയുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള വലിയ ഒരു AI സമ്മിറ്റിൻ്റെ ബാക്കി പത്രം. വലിയ തോതിൽ നമ്മൾ ഇന്ത്യക്കാരൊക്കെ നാണം കെട്ടു. കാരണം നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. അവർ യഥാർത്ഥത്തിൽ ഈ ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പുറകിലുള്ള വലിയ ബ്രെയിൻ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ചില ഉടായിപ്പ് ബ്രെയിനുകളുമുണ്ട് എന്നുള്ളത് ലോകത്തിന് വെളിവാക്കി കൊടുക്കാനാണ് ഇപ്പം ഈ ഗ്ലോബൽ AI സമ്മിറ്റ് ഉപകരിച്ചിരിക്കുന്നത്.